ഓക്കെ, നമുക്കൊപ്പം സായ്കുമാർ കൂടിയുണ്ട്. സായ്കുമാർ, ഞാൻ മനസ്സിലാക്കുന്നത് സായ്കുമാർ ഈ സിദ്ദിഖിന് എതിരായി നടി നൽകിയ പരാതി, അതിനോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങൾ, അതിന്റെ വിവരങ്ങളുമായാണ് സായി എനിക്കൊപ്പം ചേരുന്നതെന്നാണ്. സായി, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സുജിയ, ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, സിദ്ദിഖ് ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം, എന്തുകൊണ്ട് ഇത്തരമൊരു പരാതി ഉണ്ടെങ്കിൽ അത് നേരത്തെ പരാതിയായി നൽകിയില്ല എന്നാണ്. അത് വളരെ സുപ്രധാനമായ നിരീക്ഷണമായി കോടതി ഇന്ന് പറയുകയും ചെയ്തു. പരാതി നൽകാൻ വൈകി എന്നുള്ളത് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് ഉള്ള ഒരു കാരണമല്ല എന്ന് വളരെ കൃത്യമായി കോടതി ഇന്ന് പറയുന്നുണ്ട്. അതായത് മുൻപ് നടന്ന പരാതിയാണെങ്കിൽ പോലും അത് ഗൗരവമുള്ളതാണെങ്കിൽ നടപടിയുമായി അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാം എന്ന് വളരെ കൃത്യമായി കോടതി പറഞ്ഞു വെക്കുകയാണ്. സിദ്ദിഖിൻ്റെ കേസിൽ സുജിയ, നമുക്കറിയാം 2016 ജനുവരി 18 ഈ പരാതിക്കാസ്പദമായ സംഭവം നടക്കുന്നത്. ഈ പരാതിക്കാരിയായ യുവതിയെ തിരുവനന്തപുരം നിള തിയേറ്ററിലേക്ക് സിദ്ദിഖിൻ്റെ തന്നെ ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോയിന് ക്ഷണിക്കുന്നു. അതിനുശേഷം മസ്കറ്റ് ഹോട്ടലിൽ എത്തിക്കുകയും അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തുകയും ബലാത്സംഗം ചെയ്തു എന്നുള്ള ഗുരുതരമായിട്ടുള്ള പരാതിയാണ് സിദ്ദിഖിനെതിരെ ഉയർന്നത്. 2019 തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴി പരാതിക്കാരി ഈ വിഷയം ഉന്നയിച്ചിരുന്നു. പക്ഷേ അന്നൊക്കെ ഈ യുവതിയെക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ആക്രമിക്കുന്നൊരു നിലയാണ് ഉണ്ടായത്. സിനിമാ മേഖലയിൽ നമുക്കറിയാം സിദ്ദിഖ് എത്രമാത്രം ശക്തനാണ് എന്ന്. ഈ ഒരു പരാതി അന്തരീക്ഷത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെയാണ് AMMയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടടക്കം സിദ്ദിഖ് വരികയും ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഹൈക്കോടതി തന്നെ വളരെ സുപ്രധാനമായ നിരീക്ഷണമായി പറഞ്ഞത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാണ്, അല്ലെങ്കിൽ ആ സമയത്താണ് ഇത്തരം പരാതികൾ ഉന്നയിച്ചുകൊണ്ട് കുറേ അധികം ആളുകൾ രംഗത്ത് വന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് പരസ്യമായി തന്നെ സിദ്ദിഖിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ യുവതി പരാതിക്കാരി രംഗത്ത് വന്നത്. അപ്പോൾ അതുതന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഭീഷണിപ്പെടുത്തൽ, ബലാത്സംഗം എന്നീ 2 കുറ്റങ്ങൾ സിദ്ദിഖിനെതിരെ നിലനിൽക്കും. ഇതിൽ ഈ യുവതി പരാതി പറഞ്ഞ സമയത്ത് മസ്കറ്റ് ഹോട്ടലിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു എന്നുള്ളത് കന്റോൺമെൻറ്റ് പോലീസ് തന്നെ സ്ഥിരീകരിച്ച കാര്യമാണ്. ആ ഹോട്ടലിലടക്കം വിശദമായ പരിശോധന നടത്തിയിരുന്നു. അവിടുത്തെ രജിസ്റ്റർ ബുക്കടക്കം പോലീസ് പരിശോധിക്കുന്നു. യുവതിയുടെ രഹസ്യമൊഴിയെടുക്കുന്നു. സിദ്ദിഖും സമ്മതിച്ചതാണ് യുവതിയെ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ സാഹചര്യ തെളിവുകൾ സുജ, ഈ കേസിൽ ഇന്നിപ്പോൾ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെടുന്നതിൽ വളരെ നിർണായകമായി എന്ന് നമുക്ക് പറയേണ്ടി വരും. സാഹചര്യ തെളിവുകൾ സിദ്ദിഖിന് എതിരായിരുന്നു. ഈ പറഞ്ഞ സമയത്ത് ഇവർ 2 പേരും ഒരേ സ്ഥലത്തുണ്ടായിട്ടുണ്ട്. അവിടെ ഈ പരാതി പറഞ്ഞ യുവതിയുടെ മൊഴി വളരെ നിർണായകമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇപ്പോൾ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെടുന്നത്. അവിടെ സിദ്ദിഖ് ഉന്നയിച്ച ഒരു വാദം, ഈ പരാതി നൽകാൻ എന്തുകൊണ്ട് വൈകി എന്നുള്ളതാണ്. അത് കോടതി കൃത്യമായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. പരാതി നൽകാൻ വൈകി എന്നുള്ളത് സിദ്ദിഖിന് നീതി കിട്ടുന്ന, അല്ലെങ്കിൽ ജാമ്യം കിട്ടുന്നതിനുള്ള ഒരു കാരണമായി പറയാൻ കഴിയില്ല. എപ്പോൾ പരാതി നൽകി എന്നുള്ളതല്ല, പരാതിയുടെ ഗൗരവമാണ്, അതിനാസ്പദമായ തെളിവുകളാണ് പ്രധാനം എന്നുള്ളത്. അപ്പോൾ സിദ്ദിഖിന് തിരിച്ചടിയായതും അത് തന്നെയാണ്. ഈ സാഹചര്യ തെളിവുകൾ ഈ കേസിൽ സിദ്ദിഖിന് ഇപ്പോൾ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെടുന്നതിൽ നിർണായകമായിട്ടുണ്ട്. സുജയ.